അവിടെ നാട്ടുകാർ പ്രതിഷേധിക്കുന്ന കാര്യം നമ്മൾ പറഞ്ഞിരുന്നു. ആ ദൃശ്യങ്ങളാണ് ഈ കാണുന്നത്. നാട്ടുകാർ പ്രതിഷേധിക്കുന്നത് വലിയ രീതിയിൽ അവർ ഇതിനു മുമ്പ് തന്നെ ഈ കാര്യങ്ങളിൽ പരാതികൾ ഉന്നയിച്ചിട്ടുള്ളതാണ്. അവിടെ സ്ഥിരം അപകട മേഖലയാണ്. പ്രസാദ് ഉടുമ്പശ്ശേരിയുണ്ട്. പ്രസാദ്, അവിടുത്തെ ഒരു സാഹചര്യം എന്താണ്? സതി, വലിയ പ്രതിഷേധം തന്നെയാണ് നാട്ടുകാരുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നത്. കാരണം ഇത് സ്ഥിര അപകടമേഖല ആയതുകൊണ്ട് തന്നെ ഇവിടെ ഇത്തരത്തിൽ നേരത്തെ ആളുകൾക്ക് മുന്നറിയിപ്പുകൾ കൊടുത്തതാണ്. പക്ഷേ അത്തരത്തിലുള്ള ഒരു നടപടിയും അധികൃതരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് നാട്ടുകാർ പറയുന്നത്. നാട്ടുകാർ തന്നെ വലിയ പ്രതിഷേധത്തിലേക്ക് വരുന്നു. ഇപ്പോൾ സമരം നടക്കുന്നു. വേറൊരു കാര്യം ഇവിടെ ചെയ്തിട്ടില്ല ഇതുവരെ. നമ്മളിവിടെ എല്ലാ ടാക്സും ഉദ്യോഗസ്ഥന്മാരുടെ മക്കൾക്ക് ഈ ഗതി വരുമ്പോൾ അവർക്ക് ഇത് അറിയുള്ളൂ. ഇതൊന്നും തന്നെ തുടങ്ങിയല്ല. അതായത് ഒരാൾ പറഞ്ഞാലും നമുക്ക് ഇവിടെ എല്ലാ മാധ്യമ പ്രവർത്തകരും നമ്മുടെ വിഷയം പരമാവധി ആളുകളിലേക്ക് എത്തുമ്പോഴത്തേന് റിസൾട്ട് ഉണ്ടാകും. ഒന്നും ഉണ്ടായിരുന്നേ. എല്ലാവരും കൂടെ ബഹളം വെച്ചാൽ ആരും പറയുന്നത് കേൾക്കാൻ കഴിയില്ല. നിങ്ങൾ ഒരാൾ വർത്തമാനം പറഞ്ഞാൽ മാത്രമേ നമുക്ക് കേൾക്കാൻ കഴിയുള്ളൂ. അപ്പൊ ഇവരിവിടെ ഇന്നിപ്പോ ഇവരുടെ ഒരു സ്വാഭാവികമായ ധാർമ്മിക രോഷമാണ്. അതിപ്പോ ഇവരുടെ കുടുംബത്തിലെ ആരെങ്കിലും മരണപ്പെട്ടതിന്റെ ഒരു രോഷമല്ല ഇവർക്ക് ഉണ്ടാകുന്നത്. ഇവരുടെ കുടുംബത്തിലോ ഇവരുടെ രക്തബന്ധത്തിലോ ഉണ്ടായ ആരുമല്ല. നമ്മുടെയൊക്കെ കുഞ്ഞ് മരണപ്പെടുമ്പോൾ ഉണ്ടാകുന്ന അതേ വിഷമം കൊണ്ടാണ് 4-5 കുട്ടികളാണ് മരണപ്പെട്ടിരിക്കുന്നത്. ഇവർ പറയുന്ന പ്രധാനപ്പെട്ട കൺസേൺ ഈ പുതിയ റോഡ് വന്നതിന് ശേഷം നിരന്തരമായ അപകടങ്ങൾ ഉണ്ടാവുകയാണ്. ഇപ്പൊ നമുക്ക് തന്നെ കാണാൻ കഴിയും. ഞാൻ ഒരു അപകടം ഉണ്ടായപ്പോൾ പറയുന്നതാണെന്ന് വിചാരിക്കുന്നത്. ഇപ്പൊ നമ്മൾ തന്നെ നോക്കുമ്പോൾ ഇപ്പൊ നിങ്ങൾ തന്നെ പോകുമ്പോൾ അറിയാം, ഈ അപകടത്തെ പറ്റി ഇവർ പരാതി പറഞ്ഞപ്പോൾ ഇവിടെ ചെയ്തിരിക്കുന്ന ഒരു അശാസ്ത്രീയമായിട്ടുള്ള മാർഗ്ഗമാണ്. JCB വെച്ച് റോഡുമേലൊന്നും മാന്തി വെച്ചിരിക്കുന്നു. അതൊരു ശാശ്വതമായ പരിഹാരമല്ല. സ്വാഭാവികമായിട്ട് ഉദ്യോഗസ്ഥരോട് സംസാരിക്കും, മറ്റുള്ള ആളുകളോട് സംസാരിക്കും, ബന്ധപ്പെട്ട ആളുകളോട് സംസാരിക്കും. അപ്പം നമ്മൾ ഈ വിഷയം സ്വാഭാവികമായിട്ടും ഒരു മിനിറ്റ് ഇവിടെ ജില്ലാ കളക്ടർ SP ഉണ്ട്, സ്ഥല CA എല്ലാരും ഉണ്ട്. സാർ ഇവിടെ എത്തിയിട്ടുണ്ട്. ഇന്ന് ഞങ്ങൾക്ക് നിങ്ങൾ എല്ലാവരും കൂടെ തീരുമാനമാക്കിയിട്ട് സാർ ഇവിടെ പറഞ്ഞിട്ട് പോകണം. ഇതെന്താണെന്നറിയോ? ഒരു മിനിറ്റ് പറയാം. കളക്ടർ ഇവിടെ വന്നു. കളക്ടർ വന്ന സൈഡിൽ നിന്നു. കളക്ടർക്ക് ഇത് തീരുമാനം എടുക്കാനുള്ള പവറുണ്ട്. അവരെന്ത് കാട്ടി ഒരേ സൈഡിൽ ഒറ്റ വന്നിട്ട് അതായത് ഇപ്പോ ആ കുട്ടികളുടെ കുറച്ച് ഫോർമാലിറ്റീസ് ഉണ്ട് ഹോസ്പിറ്റലുണ്ട്. അപ്പൊ അത് ഉദ്യോഗസ്ഥരാണ്. നമ്മൾ അത് അവിടെ ഹോസ്പിറ്റലിൽ വെച്ച് കുറച്ച് ബാക്കിലേക്ക് നമുക്ക് നമ്മൾ തൽക്കാലം നിങ്ങളോട് പറയാണ്, ഇപ്പം സത്യത്തിൽ ബുദ്ധിമുട്ടുന്ന മൊത്തം നമ്മളെപ്പോലുള്ള ആളുകളാണ്, സാധാരണക്കാരാണ്, കുട്ടികൾ വരുന്ന സമയമാണ്. അതായത് അല്ല മോനെ ഒന്ന് പറയട്ടെ. അതായത് മോനെ ഒന്ന് പറയട്ടെ. അതായത് നിന്നെ പോലുള്ള കുഞ്ഞുങ്ങളാണ് ഈ പുറയിലെ ബ്ലോക്കിൽ മുഴുവൻ കിടക്കുന്ന സ്കൂൾ ബസ്സുകളാണ്. അപ്പം നമുക്ക് തൽക്കാലം അതായത് ഇപ്പം നേരെ നമ്മൾ ഹോസ്പിറ്റലിൽ നിങ്ങൾ ഉള്ളവരെല്ലാം ഹോസ്പിറ്റലിലോട്ട് വന്നു. നമുക്ക് അവിടെ വെച്ച് കളക്ടറുണ്ട്, SP ഉണ്ട്. നമുക്ക്
അപ്പൊ ഞാൻ ഹോസ്പിറ്റലിൽ പോയി എന്താ സ്ഥിതി എന്ന് നോക്കട്ടെ.